الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോട് തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ നാവ്. പ്രവാചകൻ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കാൻ പറഞ്ഞതും നാവിൻ്റെ കാര്യത്തിലാണ്. അംസിക് ലിസാനക്, നിന്റെ നാവിനെ നീ പിടിച്ചു നിർത്തണം. പാപങ്ങൾ ചെയ്യാൻ ഏറ്റവും വെമ്പുന്ന അല്ലെങ്കിൽ പാപം ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഒരവയവമാണ് നാവ് എന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദ, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂലൂ ഖൗലൻ സദീദ, ചൊവ്വായ വാക്ക് നിങ്ങൾ പറയുകയും ചെയ്യണം. ഏഷണിയും പരദൂഷണവും കളവും പരിഹാസവും ഒക്കെ നാവ് കൊണ്ടുവരുന്ന വിവിധ ദൂഷ്യങ്ങളാണ്. അതിൽ വളരെ നിസ്സാരമായി കാണുകയും അങ്ങനെ ചെയ്യാൻ വേണ്ടി ന്യായം വിചാരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യമാണ് ശാപവാക്കുകൾ എന്നത്. മറ്റുള്ളവരോട് ദേഷ്യപ്പെടുമ്പോൾ പലരും ഉപയോഗിക്കാറുള്ള ഒന്നാണ് ശാപവാക്കുകൾ എന്നത്. നീ നശിക്കട്ടെ, നീ തുലയട്ടെ എന്നിങ്ങനെയൊക്കെ വാക്ക്, നീ നന്നാവില്ലടാ എന്നൊക്കെ പറയുന്ന വാക്കുകൾ വായിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്. സ്ത്രീകളാണ് കൂടുതലായി ശാപവാക്കുകൾ ചൊരിയാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅശറൻ നിസാ തസദ്ദഖ്ന ഫഇന്നി ഉരീതുകുന്ന അക്തറ അഹ്ലിന്ന ഫഖുൽന വബിമ യാ റസൂലുള്ളാഹ് ഖാല തുക്തിർന അല്ലഅന വതക്ഫുർന അൽഅശീറ. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീകളെ നിങ്ങൾ ദാനം ചെയ്യുക, നിങ്ങളെയാണ് നരകത്തിൽ കൂടുതലായും ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് അതിൻ്റെ കാരണം പ്രവാചകനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചു, നിങ്ങൾ ശാപം വർദ്ധിപ്പിക്കുന്നു. തുക്തിർനൽ ലഅന, നിങ്ങൾ ശാപം വർദ്ധിപ്പിക്കുന്നു. വതക്ഫുർനൽ അശീറ,
ഭർത്താവിനോട് നന്ദികേട് കാണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ നരകത്തിലെത്തുന്നതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ശപിക്കുക എന്നത് നരകത്തിലേക്ക് എത്തുന്ന പ്രവർത്തനമാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഈ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഗൗരവമേറിയ പരാമർശങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയംബഗി ലിസിദ്ദീഖ അൻ യകൂന ലഅാനൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞതെന്താണ്? ഒരിക്കലും ഒരു സത്യസന്ധനെ ശാപവാക്കുകൾ ചൊല്ലിയവക ഭൂഷണമല്ല. സത്യസന്ധനാണെങ്കിൽ അയാൾ ഒരിക്കലും ശാപവാക്കുകൾ പറയാൻ പാടില്ല. ഒരു ശാപവാക്ക് പറയുന്ന ആൾ അത് പറയാൻ കാരണം അയാൾക്ക് വരുന്ന ദേഷ്യമാണ്. ദേഷ്യം വിശ്വാസി നിയന്ത്രിക്കേണ്ടതാണ്. രണ്ടാമത്തത്, ദേഷ്യത്തിൻ്റെ അടിസ്ഥാനം വിധിയിലുള്ള വിശ്വാസമില്ലായ്മയാണ്. വിധിയിൽ വിശ്വസിക്കായിക നിമിത്തമാണ് പല ആളുകൾക്കും ദേഷ്യം വരുന്നത്. അതേപോലെ ഞാൻ വിചാരിച്ചത് നടക്കണം, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കണം, ഞാൻ ഉദ്ദേശിച്ചതാണ് ഇവിടെ നടക്കേണ്ടത് എന്ന് വിചാരിക്കുകയും ആ ഉദ്ദേശങ്ങൾ നടക്കാതെ നിരാശ വരികയും ചെയ്യുമ്പോൾ ദേഷ്യം വരികയും ശാപവാക്കുകൾ പ്രയോഗിക്കുകയും ചെയ്യും. മറ്റൊരു പ്രവാചക വചനത്തിൽ ഇങ്ങനെ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തലാഇനു ബില്ലഅനത്തില്ലാ വലാ ബിഗളബിഹി വലാ ബിന്നാരി. അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ, കോപമുണ്ടാകട്ടെ, നീ നരകത്തിൽ പോകട്ടെ എന്നിങ്ങനെ നിങ്ങൾ ശപിക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരു വിശ്വാസിയുടെ മഹൽ ഗുണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇങ്ങനെയാണ്, ലൈസൽ മുഅ്മിൻ ബിത്തൊആനിൻ വലാ ലഅാനിൻ വലാ ഫാഹിഷിൻ വലാ ബദീഇൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സത്യവിശ്വാസി അധിക്ഷേപം ചൊരിയുകയില്ല, മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയില്ല, അവരെ താഴ്ത്തിക്കെട്ടുകയില്ല, അവരുടെ മേൽ കുറ്റം ചൊരിയുകയില്ല, ശാപവാക്കുകൾ പറയുന്നവനുമല്ല, വലാ ലഅാനുൻ അവൻ ശപിക്കുന്നവനല്ല, വലാ ഫാഹിഷുൻ അവൻ അസഭ്യം പറയുകയില്ല, വലാ ബദീഇൻ അശ്ലീലം പുലമ്പുകയുമില്ല. ഒരു സത്യവിശ്വാസിയുടെ വായിൽ നിന്നും നാവിൽ നിന്നും വരേണ്ട കാര്യമല്ല ഇതൊന്നും. അധിക്ഷേപം ചൊരിയുകയോ ശാപവാക്കുകൾ പറയുകയോ അസഭ്യവും അശ്ലീലവും പുലമ്പുകയോ ചെയ്യുന്നവനല്ല സത്യവിശ്വാസി എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ സത്യവിശ്വാസത്തെ ബാധിക്കുന്ന 4 കാര്യങ്ങളാണ് ഇതൊക്കെ. മറ്റുള്ളവരെ അധിക്ഷേപിച്ചാൽ നമ്മുടെ ഈമാനിനെ ബാധിക്കും. അത് ശാപവാക്കുകൾ പറഞ്ഞാൽ അത് മുഅ്മിൻ എന്ന ഗുണത്തെ ബാധിക്കും. അസഭ്യവും അശ്ലീലവും പുലമ്പിയാൽ അത് നമ്മുടെ ഈമാനിനെ ബാധിക്കും. സത്യവിശ്വാസിയെ ശപിക്കുന്നതിനെ അള്ളാഹു ഉപമിച്ചത് കൊലപാതകത്തോടാണ്. അമൻ ലഅന മുഅ്മിനൻ ഫഹുവ കഖത്ലിഹി അവനെ കൊല്ലുന്നതിന് തുല്യമാണ്. സത്യവിശ്വാസിയെ ശപിക്കുക എന്നത് ആ സത്യവിശ്വാസിയെ കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ശാപവാക്കുകൾ ചൊരിയുന്നവർക്ക് പരലോകത്ത് ശുപാർശക്കുള്ള അവസരം പോലും തടയപ്പെടുന്നു. സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇന്നൽ ലആനീന ലാ യകൂനു ശുഹദാഅ വലാ ശുഫആഅ യൗമൽ ഖിയാമ. അബൂ ദർദാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ശപിക്കുന്നവർ, മറ്റുള്ളവരെ ശപിക്കുന്നവർ അന്ത്യനാളിൽ സാക്ഷിക്കോ ശുപാർശക്കോ പറ്റുന്നവരല്ല. സാക്ഷി പറയാനോ ശുപാർശ പറയാനോ പറ്റുന്ന ആളുകളല്ല ആര് ശപിക്കുന്നവർ. ശപിക്കപ്പെടുന്നവൻ ശാപത്തിന് അർഹനല്ലെങ്കിൽ ശപിച്ചവനിലേക്ക് അത് തിരിച്ചു വരും. ഒരാൾ മറ്റൊരാളെ ശപിക്കുന്നു, പക്ഷേ ശപിക്കപ്പെടുന്നവൻ അതിന് അർഹനല്ല, അയാൾക്കതിൽ കാര്യമില്ല. അയാൾ അതിൽ ശപിക്കപ്പെടേണ്ട ഒരു കാര്യവും ചെയ്തിട്ടില്ലെങ്കിൽ ശപിച്ചവൻ്റെ അടുത്തേക്ക് അത് തിരിച്ചു വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും ഒരു ദാസൻ എന്തിനെങ്കിലും ശപിച്ചാൽ ആ ശാപം ആകാശലോകത്തേക്ക് കയറിപ്പോകും. അപ്പോൾ ആകാശലോകത്തിൻ്റെ വാതിലുകൾ അത് സ്വീകരിക്കാതെ കൊട്ടിയടക്കപ്പെടും. പിന്നീട് അത് ഭൂമിയിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഭൂമിയുടെ കവാടങ്ങളും കൊട്ടിയടക്കപ്പെടും. അങ്ങനെ അത് വഴി കാണാത്ത പക്ഷം വലത്തോട്ടും ഇടത്തോട്ടും കറങ്ങിത്തിരിയും ആ ശാപം. പിന്നീട് ശപിക്കപ്പെട്ടവൻ അതിന് അർഹനാണ് എങ്കിൽ ആ ശപിക്കപ്പെട്ടവനിലേക്ക് മടങ്ങും.
ഇനി അതിനവൻ അർഹനല്ലെങ്കിലോ ശപിച്ചവനിലേക്ക് മടങ്ങും. ശപിക്കപ്പെട്ടവനിലേക്കോ ശപിച്ചവനിലേക്കോ മടങ്ങാതെ ശാപത്തിന് വേറെ പരിണിതിയില്ല എന്നാണ് ഈ ഹദീസ് കൊണ്ട് വ്യക്തമാക്കുന്നത്. വളരെ ഗൗരവമായി കാണേണ്ട ഒരു പ്രവാചക വചനമാണിത്. പ്രവാചകന്റെ കാലത്ത് നടന്ന ഒരു സംഭവം നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുന്നതിനിടയിൽ അൻസാരിയായ ഒരു സ്ത്രീ ഒട്ടകപ്പുറത്ത് പോകുന്നത് കണ്ടു. ഒട്ടകം അലസത പ്രകടിപ്പിച്ചപ്പോൾ അവർ അതിനെ ശപിച്ചു. ഒട്ടകം അലസത പ്രകടിപ്പിച്ചപ്പോൾ ആ അൻസാരി സ്ത്രീ ആ ഒട്ടകത്തെ ശപിച്ചു. അത് കേട്ട് പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അതിൻ്റെ മേലുള്ള വസ്തുക്കളെല്ലാം എടുക്കുക, എന്നിട്ട് അതിനെ ഉപേക്ഷിക്കുകയും ചെയ്തേക്കുക. ഒട്ടകത്തെ ഉപേക്ഷിക്കാനാണ് നിർദ്ദേശിച്ചത്. തീർച്ചയായും അതിന് ശാപമേറ്റിരിക്കുന്നു. ശേഷം ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അത് ജനങ്ങൾക്കിടയിൽ അലഞ്ഞു നടക്കുന്നത് ഞാൻ ഇപ്പോഴും കണ്ണിൽ കാണുന്നു. ആരും അതിനെ ശ്രദ്ധിക്കാറേയില്ല. അപ്പോൾ ശാപം തട്ടിയതിനെ ഉപേക്ഷിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ചിലർ സ്വന്തത്തിനെതിരെയും സ്വന്തം മക്കൾക്കെതിരെയും ഒക്കെ ശാപവാക്കുകൾ ചൊരിയുന്നത് കാണാം. എറിയപ്പെട്ട കല്ല് പോലെ തിരിച്ചെടുക്കാൻ സാധിക്കാത്ത ഒന്നാണ് ശാപവാക്കുകൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. ശാപവാക്കുകൾ കൊണ്ട് കളിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വ്യക്തികളെ എന്ന പോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് കാറ്റ്, മഴ പോലെയുള്ള പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ ശപിക്കാതിരിക്കുക എന്നുള്ളത്. ഒരിക്കൽ കാറ്റടിച്ച് ഒരു മനുഷ്യൻ്റെ തട്ടം പറന്നു പോയപ്പോൾ അദ്ദേഹം കാറ്റിനെ ശപിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നീ കാറ്റിനെ ശപിക്കരുത്. തീർച്ചയായും അത് കൽപ്പിക്കപ്പെട്ട പ്രകാരമാണ് സഞ്ചരിക്കുന്നത്. കാറ്റ് എവിടേക്ക് സഞ്ചരിക്കുന്നുണ്ടെങ്കിലും അതിനോട് കൽപ്പിച്ച പ്രകാരമാണ് അത് സഞ്ചരിക്കുന്നത്. നിശ്ചയമായും ആരെങ്കിലും ഒരു വസ്തുവിനെ ശപിക്കുകയും അത് അതിന് അർഹനല്ലാതിരിക്കുകയും ചെയ്താൽ ശപിച്ചവനിലേക്ക് ആ ശാപം മടങ്ങി വരുന്നതാണ്. കാറ്റിന് ആ ശാപം ബാധകമല്ലെങ്കിൽ അത് തിരിച്ചു വരുമെന്നർത്ഥം. അതുകൊണ്ട് പ്രകൃതിയിലുള്ള ഇത്തരം പ്രതിഭാസങ്ങളെ ശപിക്കരുത്. എന്തൊരു മഴ, എന്തൊരു കാറ്റ്, എന്താണ് അവസ്ഥ, ഒരു വരണ്ട കാലാവസ്ഥ, എന്താണ് ചൂട്, എന്തൊരു തണുപ്പ് എന്നൊക്കെ പറഞ്ഞ് അസഹ്യമായി ആ കാര്യത്തെ സൂചിപ്പിക്കുന്നതിനല്ല, മറിച്ച് ഒരു നശിച്ച കാറ്റ്, നശിച്ച മഴ, നശിച്ച ചൂട്, നശിച്ച തണുപ്പ് എന്നൊക്കെ പറയുന്നതാണ് ശാപത്തിൻ്റെ വാക്കുകൾ. അങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ നാവിൽ നിന്നും വരാൻ പാടില്ലെന്നാണ് സൂചിപ്പിച്ചത്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തൻ്റെ മാതാപിതാക്കളെ ശപിക്കുക എന്നത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്. മാതാവിനെ ശപിക്കുക, പിതാവിനെ ശപിക്കുക എന്നത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ തിരുദൂതരെ, എങ്ങനെയാണ് ഒരാൾ സ്വന്തം മാതാപിതാക്കളെ ശപിക്കുന്നത്? അന്നൊന്നും മാതാപിതാക്കളെ ശപിക്കുന്നത് അചിന്യമായിരുന്നു, ചിന്തിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. ഇന്ന് അതിനൊന്നും ആർക്കും ഒരു പ്രയാസവുമില്ല. മാതാവിനെ ശപിക്കാനോ പിതാവിനെ ശപിക്കാനോ ആർക്കും ഒരു പ്രയാസമില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, എങ്ങനെ ഒരാൾ സ്വന്തം മാതാപിതാക്കളെ ശപിക്കുക? ആ ചോദിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ഒരാൾ മറ്റൊരാളുടെ പിതാവിനെ ആക്ഷേപിക്കുന്നു. അപ്പോൾ ആക്ഷേപിക്കപ്പെട്ടയാൾ മറ്റേയാളുടെ പിതാവിനെ ആക്ഷേപിച്ച വ്യക്തിയുടെ പിതാവിനെയും മാതാവിനെയും തിരിച്ചാക്ഷേപിക്കുന്നു. അഥവാ മറ്റൊരാളുടെ പിതാവിനെ ശപിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ അത് തിരിച്ച് അയാൾ അതേപോലെ ഈ പറഞ്ഞ വ്യക്തിയുടെ മാതാവിനെയും പിതാവിനെയും ആക്ഷേപിക്കുമെന്നാണ് അർത്ഥം. അങ്ങനെ ചെയ്താൽ അതുകൊണ്ട് വളരെ വലിയ ദോഷമുണ്ടാകും. കാരണം മാതാപിതാക്കളെ ശപിക്കുക എന്നത് വൻപാപങ്ങളിൽപ്പെട്ടതാണെന്ന് തിരിച്ചറിയണം. ഒരു സംഘം ചെയ്തു വരുന്ന തിന്മയിലേക്ക് ചേർത്തുകൊണ്ട് അള്ളാഹു പൊതുവായി ശപിച്ചത് നമുക്ക് കാണാൻ പറ്റും. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ.
നാം അവതരിപ്പിച്ച തെളിവുകളും മാർഗദർശനവും വേദഗ്രന്ഥത്തിലൂടെ ജനങ്ങൾക്ക് നാം വിശദമാക്കി കൊടുത്തതിന് ശേഷം അത് മറച്ചു വെക്കുന്നവരാരോ അവരെ അള്ളാഹു ശപിക്കുന്നവർ എന്താണ് ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കുന്നതാണ്. അഥവാ ശാപം കിട്ടേണ്ട പ്രവർത്തനം എന്താണ്? കിതാബിനെ മറച്ചു വെക്കുക, ഇൽമിനെ മറച്ചു വെക്കുക, എന്നിട്ട് ആ ഇൽമിനെ മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുക എന്നത് വളരെ വളരെയധികം ശാപം കിട്ടുന്ന കാര്യമാണ്. സത്യവിശ്വാസികളും അതേപോലെ ശപിക്കുന്നവരെല്ലാം ശപിക്കുന്ന ഒരു കാര്യമാണ്. ഇൽമ മറച്ചു വെച്ച് അതിന് പകരം സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം താല്പര്യത്തിന്, സ്വന്തം ലാഭത്തിന് ദീനിനെ മാറ്റിമറിച്ച് കൊണ്ടു നടക്കുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മറളിഹി അല്ലദീ ലം യകും മിൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ആ മരണത്തിൻ്റെ ആ വലിയ ആ ബുദ്ധിമുട്ടിൻ്റെ പ്രയാസത്തിൻ്റെ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹു, അല്ലാഹു ശപിച്ചിരിക്കുന്നു, അൽ യഹൂദ വൻ നസാറ, യഹൂദികളെയും നസാറാക്കളെയും, തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അപ്പോൾ അമ്പിയാക്കളുടെ ഖബറുകളെ സുജൂദ് ചെയ്യാനുള്ള സ്ഥലമായി മസ്ജിദുകളാക്കി മാറ്റിയവരെ ശപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വരുന്നത്. നമ്മൾക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ നാവിനെ നിയന്ത്രിക്കാനും ശാപവാക്കുകൾ നമ്മുടെ ഏറ്റവും ഉറ്റവരിലേക്ക് പോകാതിരിക്കുവാനും നമ്മൾ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കണം. കാരണം അത് ഓരോ പാപവും ചെയ്യാൻ ഇബ്ലീസ്, ഈ പിശാച് നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. പൈശാചികമാണ് ഈ ശാപങ്ങൾ. ശാപം സ്ഥിരമായി നിർവഹിക്കുന്ന ആളുകളുണ്ട്. ആ ശാപത്തെ അത് തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന തിരിച്ചറിവോടുകൂടി നാവിനെ അടക്കി നിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇഹലോകത്തും പരലോകത്തും വലിയ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെ ശപിക്കാറില്ല, നമുക്ക് ഓർമ്മ വരില്ല. നമ്മൾ ശപിച്ചതൊന്നും നമുക്ക് ഓർമ്മ വരില്ല. എന്നാൽ ശരിക്ക് ചിന്തിച്ചു നോക്കിയാൽ ധാരാളമായി അങ്ങനെ സൂചിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരാറുണ്ട്. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മൾ ഉദ്ധരിച്ചു. കൃത്യമായി ശ്രദ്ധിക്കണം. കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ കാര്യം താൻ വിചാരിച്ചതുപോലെ സംഭവിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു തടസ്സമുണ്ടാക്കിയ ഒരാളെ കാണുമ്പോൾ ശപിക്കുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ചിലപ്പോൾ ആ ചെയ്ത വ്യക്തിയുടെ കുറ്റം കൊണ്ടായിരിക്കില്ല. അയാൾക്ക് ആ സാഹചര്യം വന്നപ്പോൾ അങ്ങനെ ആയിത്തീർന്നതായിരിക്കും. എന്നിട്ട് നിരന്തരമായി ഒരാളെ തന്നെ ശപിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും. അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് യഥാർത്ഥ മുഅ്മിനീങ്ങളായി, നല്ല മുത്തഖീങ്ങളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ശാപത്തിൻ്റെ കാര്യത്തിൽ ഗൗരവതരമായ ഒരു വിഷയമാണ്, കുറ്റമാണത് എന്ന് മനസ്സിലാക്കി അതിൽ നിന്നും മാറി നിൽക്കാനും ആ ഒരു ബോധമുണ്ടായി മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം. അല്ലാഹു തആല അങ്ങനെ ശപിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് അങ്ങനെ വാക്ക് പുറത്തു വരുന്ന അവസ്ഥയിൽ നിന്നും നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു 10 കൊല്ലം മുമ്പ്, 20 കൊല്ലം മുമ്പ് തിന്മയുടെ പ്രചാരണത്തിന് ഇറങ്ങിത്തിരിക്കുന്ന ഒരാളും ഉണ്ടായിരുന്നില്ല. തിന്മ പ്രചരിപ്പിക്കണമെന്ന് വിചാരിച്ച് കൽപ്പിച്ചു കൂട്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു വിഭാഗവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കാലത്ത് ഇസ്ലാമിന് ഏറ്റവും ഭീഷണിയായി നിലനിൽക്കുന്നത് മതനിഷേധികളെ കൊണ്ടാണ്. മതനിഷേധം എന്തോ ഒരു കപട സ്വാതന്ത്ര്യം പറഞ്ഞ് സ്ത്രീകളെ സ്വാതന്ത്ര്യത്തിലേക്ക് വലിച്ചഴക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ കൊച്ചുവിലങ്ങിടുകയും അവരെ അസ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോവുകയും അവരെ നാട്ടിലിറക്കി തോന്നിയവാസികളാക്കി മാറ്റുകയും ചെയ്യുന്ന, യുവാക്കളെ തോന്നിയവാസികളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രത്യയ ശാസ്ത്രത്തിൻ്റെ പേരാണ് ലിബറലിസം.
അവർ മതനിരാസമാണ് മുന്നോട്ട് വെക്കുന്നത്. അവർക്ക് ഈ ലോകത്ത് ജീവിതമേ ഉള്ളൂ, പരലോകത്തെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പരലോക വിശ്വാസമില്ലാത്തവന് ഒരു നിലക്കും സമാധാനത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല. സമ്പൂർണമായ സമാധാനത്തിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ അനുഭവിക്കുന്ന പ്രയാസത്തിനും ബുദ്ധിമുട്ടിനും, ഇവിടെ അനുഭവിക്കുന്ന ത്യാഗങ്ങൾക്കും സേവനങ്ങൾക്കും ഒരു നാളെ പരലോകത്ത് അതിന് രക്ഷയും ശിക്ഷയും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ആ വികാരത്തോടുകൂടി പ്രവർത്തിക്കുന്നവന് മാത്രമേ നാളെ പരലോകത്ത് രക്ഷയുണ്ടാവുകയുള്ളൂ, ഇഹലോകത്ത് സമാധാനമുണ്ടാവുകയുള്ളൂ. റീൽസിലൂടെയും മറ്റും കുട്ടികളിലേക്ക്, വീട്ടിലേക്ക് പോലും അല്ലിബർലസത്തിൻ്റെ അലയൊലികൾ കടന്നു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഏത് ആശയത്തെ പൊളിക്കുന്നവരോടും അറിവ് കൊണ്ട് മാത്രമേ നമുക്കതിനെ നേരിടാൻ സാധിക്കുകയുള്ളൂ. അറിവ് നേടുന്നതിലൂടെ മാത്രമേ ഇസ്ലാമിനെതിരെയുള്ള തെറ്റിദ്ധാരണകളെ നമുക്ക് നിവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ലിബറലിസ്റ്റുകൾ പറയുന്ന ഓരോ ആശയത്തിനും ഇസ്ലാമിൻ്റെ കൃത്യമായ മറുപടിയുണ്ട്. ഖുർആനിൻ്റെ മുഅ്ജിസത്ത് തെളിഞ്ഞു കാണുന്ന കാലമാണിത്. കാരണം അവർ പറയുന്ന ഓരോ നിയമം തെറ്റിക്കലിനും യഥാർത്ഥത്തിൽ ആ നിയമം എന്താണ്, എന്തിനാണ് നിയമം എന്ന് തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ ഹദീസുകളും ആയത്തുകളും ധാരാളമുണ്ട്. ഇസ്ലാമിന് മറുപടി പറയാൻ കഴിയാത്ത ഒരു ചോദ്യവും ഈ ലോകത്ത് നിലനിൽക്കുന്നില്ല. കാരണം ഖുർആൻ അന്യൂനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം സമ്പൂർണ്ണമാണ്. ഏത് കാലത്തും ഇസ്ലാമിൻ്റെ ഈ നിയമങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരവസ്ഥ ദീനിലുണ്ട്. കാരണം ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്. ആ അള്ളാഹുവിൻ്റെ ദീൻ ആരൂതിക്കെടുത്താൻ ശ്രമിച്ചാലും ഒരിക്കലും ഊതിക്കെടുത്താൻ സാധിക്കുന്ന ഒന്നല്ല. മുത്തിമുനൂരിഹി, അള്ളാഹുവിൻ്റെ പ്രകാശത്തെ അവൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ലിബറലിസ്റ്റുകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്ന തെറ്റിദ്ധാരണകൾക്ക് കൃത്യമായ മറുപടി ഇസ്ലാമിനുണ്ട്. ഇത് മനസ്സിലാക്കുക എന്നത് ഓരോ മുസ്ലിമിൻ്റെയും വാജിബായ കാര്യമാണ്. കാരണം അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവിടെ ആശയങ്ങൾ തലയിൽ കയറി ഇസ്ലാമിനെ നിരാകരിച്ച് നിത്യനരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്ന അവസ്ഥയുണ്ടായിരിക്കും. ആ അവസ്ഥയിൽ നിന്നും മാറണമെങ്കിൽ നമ്മുടെ ഇസ്ലാമിനെ ഊട്ടിയുറപ്പിക്കാൻ അനിവാര്യമായ കാര്യമാണ് മതനിഷേധികളെ കുറിച്ച് പഠിക്കുക, ലിബറലിസ്റ്റുകളെ കുറിച്ച് പഠിക്കുക, മതത്തെ എതിർക്കുന്ന ചപ്പുചവറുകളായ ആരോപണങ്ങൾ പറയുന്ന ആളുകളെ കുറിച്ച് മനസ്സിലാക്കുക എന്നത്. നാളെ വൈകുന്നേരം മേലാറ്റൂരിൽ വെച്ച് നിഷേധം വരുന്ന വഴികൾ എന്ന വിഷയത്തിൽ വലിയ ഒരു ബഹുജന സംഗമം നടക്കുകയാണ്. നിങ്ങളെ ഏവരെയും ആ പരിപാടിയിലേക്ക് എത്തുകയും നമ്മൾ കുടുംബസമേതം വരികയും ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യണമെന്ന് സൂചിപ്പിക്കുകയാണ്. ലിബറലിസ്റ്റുകളെ കരുതിയിരുന്നിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടികളൊന്നും നമ്മുടെ കീഴിലല്ലാതെ നമസ്കരിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ടാകും. പല വീടുകളിൽ നിന്നും ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തിനാണ് നമസ്കരിക്കുന്നത്, എന്താണ് അതിൻ്റെ ആവശ്യം എന്ന് ചോദിക്കുന്ന എത്ര കുട്ടികളാണോ വളർന്നു വരുന്നത്. ഈ കുട്ടികൾക്കൊന്നും യഥാർത്ഥത്തിൽ ദീനിൻ്റെ നനവ് കൊടുത്തിട്ടില്ലെങ്കിൽ അവരെത്ര വലുതായാലും നമുക്കെത്ര വരുമാനം തന്നാലും കാഫിറുകളായി മാറിയാൽ അവർക്ക് അനന്തര സ്വത്തുകൂടി കൊടുക്കാൻ നമുക്ക് സാധിക്കുകയല്ലെന്ന് തിരിച്ചറിയണം. ഒരു കുട്ടിയെ ഇസ്ലാമിൽ വളർത്തുക എന്നത് ഏറ്റവും പ്രധാനമായ കാര്യവും ഈ കാലത്ത് ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഉമ്മമാർ മനസ്സിലാക്കണം, ബാപ്പമാർ മനസ്സിലാക്കണം, സഹോദരങ്ങൾ മനസ്സിലാക്കണം. കുട്ടികൾക്ക് ഇത് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ ഇസ്ലാമിന് അത് വലിയ വെല്ലുവിളിയായി തീരുകയും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇസ്ലാം പറന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണമെന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു തആല എല്ലാവിധ കുഫ്രിയത്തിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനുമുള്ള തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ.
കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീക്കിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചു പോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد.